ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്കുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഇപ്പോൾ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക്, ചക്കക്കുരു ഷേക്ക്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആവശ്യം പോലെ ഇപ്പോൾ യൂട്യൂബിൽ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ ഒരു സമ്മേളനമാണല്ലോ. അപ്പോൾ ചക്കക്കുരു വെച്ച് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 ചക്കക്കുരു അതിൻ്റെ കരിന്തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലാകുമ്പോൾ നന്നായിട്ട് വേവും. ഇനി അതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സിയിലിട്ട് അത് അരയ്ക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ആ ചക്കക്കുരു വെന്ത വെള്ളവും അതിൻ്റെ ഒപ്പം അല്പം പഞ്ചസാരയും കുറച്ച് പാലും കൂടെ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് വെള്ളം ഒഴിച്ച് അരയാൻ പാടായിരിക്കും. പിന്നെ ഞാൻ 1 സ്പൂൺ പാൽപ്പൊടി കൂടി ഇടുന്നുണ്ട്. പാൽപ്പൊടി ഇടണമെന്നില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടു എന്ന് മാത്രം. ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ്, ഒരു 1/2 സ്പൂൺ വാനില എസൻസും പിന്നെ അല്പം പാലും കൂടി ഒഴിച്ച് നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ആ അരച്ചെടുത്തതിനകത്തോട്ട് നമുക്ക് ബാക്കി പാല് കൂടി ഒഴിച്ച്, നമ്മുടെ വീട്ടിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ ബൂസ്റ്റ് കൂടി ഇടാം അതിലേക്ക്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, അരച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചക്കക്കുരുവാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്നാരും പറയില്ല. നല്ല അടിപൊളി ഷേക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പാൽ ഒരു 1/2 ലിറ്റർ പാല് മാത്രം മതി. പിന്നെ വാനില എസൻസും പാൽപ്പൊടിയും ഒക്കെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മുടെ വീട്ടിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഷേക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ബൈ ബൈ.